2025-26 ഈ വർഷം ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ EVSൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം ആക്ടിവിറ്റി 1 പ്ലാന്റ്സ് ആൻഡ് ഇറ്റ്സ് പാർട്സ് പ്ലാന്റ്സും അതിൻ്റെ പാർട്സും അതെഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എ സ്റ്റുഡൻസ് വിസിറ്റഡ് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആഫ്റ്റർ സമ്മർ വെക്കേഷൻ സമ്മർ വെക്കേഷൻ ശേഷം സ്റ്റുഡൻസ് എന്താണ് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ വിസിറ്റ് ചെയ്തു, സന്ദർശിച്ചു. ദേ വർ അമേസ്ഡ് ടു സീ ദി ന്യൂ പ്ലാന്റ്സ് അവിടെ ന്യൂ പ്ലാന്റ്സ് കണ്ടു. ഇപ്പോൾ വേറെന്തൊക്കെയാണ് കണ്ടത്? പീ, ഹിബിസ്കസ്, മാംഗോ ട്രീ, ബ്രയോഫില്ലം, കറി ലീവ്സ്, ജാസ്മിൻ, കടപ്ലാവ്, കോക്കനട്ട് ട്രീ, റോസ് എക്സെട്ര ആർ ദി ന്യൂ പ്ലാന്റ്സ്. അതൊക്കെയായിരുന്നു ന്യൂ പ്ലാന്റ്സ്. ഫ്രം വിച്ച് പാർട്ട് ഓഫ് ദി പ്ലാന്റ് ഹാവ് ദി ന്യൂ പ്ലാന്റ് സ്പ്രൗട്ടഡ് ഔട്ട്? ഇതിൽ ഏത് പ്ലാന്റിൻ്റെ ഏത് പാർട്ടിലാണ് ഈ പ്ലാന്റ് സ്പ്രൗട്ട് ചെയ്യുന്നത്? അതായത് ഈ വേരിൽ നിന്നാണോ ഈ ചെടി മുളച്ചുണ്ടാവുന്നത്, അല്ലെ റൂട്ടിലാണോ, അല്ലെങ്കിൽ സ്റ്റെമ്മിലാണോ, അല്ലെങ്കിൽ സീഡ് ജെർമിനേറ്റ് ചെയ്തിട്ടില്ലേ വിത്ത് കുഴിച്ചിട്ടിട്ടാണോ ഉണ്ടാവുന്നത്? ഏത് പാർട്ടിൽ നിന്നുമാണ് ഈ പ്ലാന്റ്സ് ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ എഴുതണം. റൂട്ട് എന്നിവിടെ തന്നിട്ടുണ്ട്. റൂട്ടിൽ നിന്നുണ്ടാവുന്ന ചെടികളെ പേര് ഇവിടെ എഴുതുക. ഫസ്റ്റത്തെ എന്താണ്? കോക്കനട്ട് ട്രീ എന്താണ്? സീഡ് മുളച്ചുണ്ടാവുന്നതാണ്, വിത്ത് മുളച്ചുണ്ടാവുന്നതാണ് തെങ്ങ്. അപ്പോൾ സീഡ് എന്നുള്ളത് കോക്കനട്ട് ട്രീ എഴുതാം, പംകിൻ എഴുതാം, മാംഗോ ട്രീ എഴുതാം, കടപ്ലാവ് എഴുതാം. പംകിനൊക്കെ വിത്ത് കുഴിച്ചിട്ടിട്ട് ഉണ്ടാവുന്നതാണല്ലേ. മാംഗോ ട്രീ മാവൊക്കെ ഇതാണ് വിത്താണ് കുഴിച്ചിടാറ് അല്ലേ. നെക്സ്റ്റ് സ്റ്റെമ്മ് ജാസ്മിൻ്റെ തണ്ടാണ്, സ്റ്റെമ്മാണ് നമ്മൾ പ്ലാന്റ് ചെയ്യാറ് അല്ലേ. ജാസ്മിൻ, ഹിബിസ്കസ് അതൊക്കെ തണ്ട് കുഴിച്ചിട്ടിട്ട് ഉണ്ടാവുന്ന ചെടികളാണ്. അതുപോലെ ചെത്തി, റോസ് എല്ലാം അതിൻ്റെ കൊമ്പുകൾ സ്റ്റെമ്മാണ് നമ്മൾ പ്ലാന്റ് ചെയ്യാറ്. നെക്സ്റ്റ് റൂട്ട് വേരിൽ നിന്നുണ്ടാവുന്നതാണ് കറി ലീഫ് നമ്മുടെ കറിവേപ്പില വേരോടുക്കുള്ള തണ്ട് കുഴിച്ചിട്ടാലേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ റൂട്ടിൽ നിന്നുണ്ടാവുന്നത് കറി ലീഫാണ്. നെക്സ്റ്റ് ലീഫിൽ ഇലമുളച്ചി, അതായത് ഇല മുളച്ചിട്ടുണ്ടാവുന്നതില്ല, ലീഫ് കുഴിച്ചിട്ടുണ്ടാവുന്നത് മിറാക്കിൾ ലീഫ് പ്ലാന്റ്, നിശാഗന്ധി, ഇലമുളച്ചിയൊക്കെ എന്താണ്? ലീഫിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേര് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക അല്ലേ. നിങ്ങൾക്ക് അറിയാത്ത പേരായിരിക്കും. നിശാഗന്ധി, ഇലമുളച്ചി, മിറാക്കിൾ ലീഫ് പ്ലാന്റ്. അതുപോലെ നിങ്ങൾ EVSൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററിൻ്റെയും മൊത്തം റിവിഷനാണ്. അപ്പോൾ അതിലെന്താണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭിക്കുന്നതാണ്. എൻ്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് വീഡിയോസ്, ഷോർട്സ്, പ്ലേലിസ്റ്റിൽ ഈ പ്ലേലിസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ഓണം എക്സാം ക്ലാസ് 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഓൺ ആക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് 3ൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ലഭിക്കുന്നതാണ്. അതുപോലെ ഇവിടെ ഉണ്ട് EVSൻ്റെ ഫുൾ ചാപ്റ്റർ റിവിഷൻ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റേഴ്സിൻ്റെത് മാത്രം കാണുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിവിഷനായിട്ട് അതിൽ പറയുന്നുണ്ട്. നിർബന്ധമായും കണ്ടിട്ട് പോവുക. നിങ്ങൾക്ക് ഷുവറായിട്ട് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അതുപോലെ മാത്സിൻ്റെതും എല്ലാം ഉണ്ട്. അതുപോലെ ഇതിൻ്റെ താഴേക്ക് പോയാൽ എന്താണ് ക്ലാസ് 3 EVS എന്നുള്ള പ്ലേലിസ്റ്റിൽ എല്ലാ ചാപ്റ്ററിൻ്റെ പോർഷൻസ് നിങ്ങൾക്ക് കാണാം. അതുപോലെ മാത്സ് ക്ലാസ് ഉണ്ട്. എല്ലാ ക്ലാസ്സുകളും ആ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നതാണ്. മാർക്ക് ട്രൂ ഓർ ഫാൾസ് അഗെയിൻസ്റ്റ് ദി ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ഓർ ഫാൾസ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് മാർക്ക് ചെയ്യാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൾ സീഡ്സ് ടേക്ക് ഈക്വൽ ടൈം സ്പാൻ ഫോർ സ്പ്രൗട്ടിങ് എല്ലാ സീഡ്സിനും സ്പ്രൗട്ടിങ്ങിലെ വിത്ത് മുളക്കാൻ ഒരേ ടൈമിൽ ടൈം സ്പാൻ ആണില്ലേ. എല്ലാ ചെടികളും ഒരേ സമയത്തിലെ ഒരു വിത്ത് മുളയ്ക്കുന്നത് അതേ സമയത്താണ് വേറൊരു ചെടീൻ്റെ വിത്ത് മുളയ്ക്കുന്നത് അല്ല. സ്പ്രൗട്ടിങ്ങിന് ഡിഫറെൻറ്റ് ടൈംസ് ആണ്. അപ്പോൾ ഇത് ഫാൾസ് ആണ്. സെക്കൻഡ് വൺ പ്ലാന്റ്സ് ഗ്രോ വെൽ ഇൻ പ്ലേസ് വേർ ദർ ഈസ് മോർ സൺലൈറ്റ് കൂടുതൽ സൺലൈറ്റ് ഉള്ളിടത്ത് പ്ലാന്റ്സ് എന്താണ് കൂടുതലായിട്ട് ഗ്രോ ചെയ്യും, വളരും ശരിയാണില്ലേ. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ കൂടുതലായിട്ട് വളരും. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ ട്രൂ എന്ന് എഴുതുക. തേർഡ് വൺ ലീവ് സ്പ്രൗട്ട് ഫസ്റ്റ് വെൻ ദി സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ആദ്യം സ്പ്രൗട്ട് ചെയ്യുന്നത് ലീഫാണ്. തെറ്റാണ്, ഫാൾസ് ആണ്. ഫോർത്ത് വൺ ദി ഗ്രോത്ത് റേറ്റ് ഓഫ് ആൾ പ്ലാന്റ്സ് ആർ നോട്ട് ദി സെയിം എല്ലാ പ്ലാന്റ്സിൻ്റെയും ഗ്രോത്ത് റേറ്റ് സെയിം അല്ല, നോട്ട് ദി സെയിം ശരിയാണല്ലേ. എല്ലാവരുടെയും ഓരോരുത്തർക്കും ഓരോ പ്ലാന്റ്സിനും ഓരോ ഗ്രോത്ത് റേറ്റ് ആണ്. ചില പ്ലാന്റ്സ് നന്നായിട്ട് വളരും, ചിലത് കുറച്ചേ വളരുകയുള്ളൂ അപ്പോൾ ഇത് ശരിയാണ്. ട്രൂ എന്ന് എഴുതുക. സി ക്വസ്റ്റ്യൻ ദി ഫ്രണ്ട്സ് ഇൻ 3rd സ്റ്റാൻഡേർഡ് വർ ഡൂയിങ് ആൻ എക്സ്പെരിമെൻറ്റ് ഓൺ ദി ജെർമിനേഷൻ ഓഫ് പീ സീഡ് പീ സീഡിൻ്റെ ജെർമിനേഷൻ്റെ എക്സ്പെരിമെൻറ്റ് 3rd ക്ലാസ്സിലെ കുട്ടികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ. പീ സീഡ് മുളപ്പിച്ചിട്ടുണ്ട്, വിത്ത് മുളപ്പിച്ചിട്ടുണ്ടല്ലേ, പയർ വിത്ത്. വാട്ട് വുഡ് ദേ ഹാവ് സീൻ ഫസ്റ്റ് വെൻ ദി പീ സീഡ് പ്ലേസ്ഡ് നിയറസ്റ്റ് ടു ദി സൈഡ് ഓഫ് ദി ഗ്ലാസ് ബിഗൻ ടു ജെർമിനേറ്റ് സൈഡ് ഗ്ലാസിൻ്റെ അടുത്ത് വെച്ചപ്പോൾ അവർ ആദ്യം പീ സീഡ് വെച്ചപ്പോൾ ആദ്യം ഫസ്റ്റ് കണ്ടത് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലീവ്സ് ജെർമിനേറ്റഡ് ഫ്രം ദി പീ സീഡ് പീ സീഡിൽ നിന്നും ആദ്യം ജെർമിനേറ്റ് ചെയ്യുന്നതാണ് കണ്ടത്, ആണോ? അല്ല. സെക്കൻഡ് വൺ സ്പ്രൗട്ട് കെയിം ഔട്ട് ഫ്രം പീ സീഡിൽ നിന്ന് സ്പ്രൗട്ട് വരുന്നതാണല്ലേ, അതല്ലേ നിങ്ങൾ ആദ്യം കണ്ടത് പീ സീഡിൽ നിന്നും. അപ്പോൾ രണ്ടാമത്തതാണ് ശരി. അപ്പോൾ അത് ഇവിടെ എടുത്ത് എഴുതുക. തേർഡ് ദി സ്റ്റെം ജെർമിനേറ്റഡ് ഫ്രം ദി പീ സീഡ് അല്ല, സ്റ്റെം അല്ലല്ലോ ആദ്യം ജെർമിനേറ്റ് ചെയ്യുക. ഫ്രൂട്ട് കെയിം ഔട്ട് ഫ്രം ദി സീഡിൽ ആദ്യം തന്നെ ഫ്രൂട്ടാണ് വരിക, അല്ല. ഫസ്റ്റ് അത് സ്പ്രൗട്ട് ചെയ്യുകയാണ്, വിത്ത് മുളക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് ശരിയായിട്ടുള്ളത്. ആക്ടിവിറ്റി 2ൽ മെഷറിംഗ് റെയിൻഫാൾ റെയിൻഫാൾ മെഷർ ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ 4 days അറ്റ് ഡിഫറെൻറ്റ് ഏരിയാസ് ഇൻ
കരുളായി പഞ്ചായത്തിലെ 4 ഡിഫറെൻറ്റ് ഏരിയാസിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ 4 ദിവസമായിട്ട്. എ ടേബിൾ ഷോയിങ് ദി എമൗണ്ട് ഓഫ് റെയിൻഫാൾ ഇൻ ഈച്ച് ഏരിയാസ് ഇറ്റ് ഗിവൺ ബിലോ. അല്ലെ ഓരോ ഏരിയയിലുള്ള എമൗണ്ട് ഓഫ് റെയിൻഫാളിലെ എത്ര മഴ ലഭിച്ചിട്ടുണ്ടെന്നുള്ള ടേബിളാണ് തന്നത്. ഓരോ പ്ലേസിൻ്റെയും ഓരോ ദിവസം അല്ലേ എത്ര റെയിൻ ലഭിച്ചിട്ടുണ്ടെന്നുള്ള അളവാണ് ഇവിടെ കൊടുത്തത്. അല്ലേ ഈ പ്ലേസിൻ്റെ റെയിനിന് ഇത്രയും കിട്ടിയിട്ടുണ്ട്, ഈ പ്ലേസിന് ഇത്രയാണ്, ഈ പ്ലേസിന് ഇത്രയാണ് റെയിൻ ലഭിച്ചത്. അല്ലേ ഓരോ ഡേറ്റിലെയും ഓരോ ഡിഫറൻ്റ് ആണ് റെയിൻ കിട്ടിയത്. അപ്പോൾ ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. ഏതാണ് അനലൈസ് ദി ടേബിൾ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഈ ടേബിൾ അനലൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യണം. വിച്ച് ഏരിയ റിസീവ്ഡ് മോർ റെയിൻഫാൾ. ഏത് ഏരിയക്കാണ് കൂടുതൽ മഴ ലഭിച്ചത്, ഏത് ഏരിയക്കാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണ് ലഭിച്ചത്, ടോട്ടൽ ആഡ് ചെയ്ത് നോക്കുക. അല്ലെ ഓരോ സ്ഥലത്തിനും ഏത് ഏരിയക്കാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓരോന്നും ആഡ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഏതാണോ അത് എഴുതുക. അല്ലെ ഏറ്റവും കുറവ് ലെസ് റെയിൻഫാൾ വിച്ച് ഏരിയ റിസീവ്ഡ് ലെസ് റെയിൻഫാൾ. ഏറ്റവും കുറവ് റെയിൻഫാൾ ലഭിച്ചത് ഏതാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്താൽ ഏറ്റവും ചെറിയ സംഖ്യ കിട്ടുന്നത് അല്ലേ ഏരിയ. അത് ഈ ഏരിയൻ്റെ ടോട്ടലാണിത്, ഇത് മൊത്തം ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഏറ്റവും കുറവുള്ളത് എഴുതുക, ഏറ്റവും കൂടുതൽ കിട്ടിയത് നിങ്ങൾ എഴുതുക. സുഖമാണല്ലേ ഈ ടേബിളിൽ നിന്ന്. വിച്ച് ഏരിയ റിസീവ്ഡ് മോർ റെയിൻ ഓൺ ജൂൺ 25. ജൂൺ 25 ഏറ്റവും കൂടുതൽ റെയിൻ കിട്ടിയത് ജൂൺ 25 എവിടെ, ഇതാണ് ഈ ഡേറ്റിൽ നോക്കുക. ഈ ഡേറ്റിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് കിട്ടിയത് അല്ലേ, ഈ സ്ഥലത്തിലാണ് അല്ലേ. മരുതങ്കാട് പറഞ്ഞ പഞ്ചായത്തിനാണ് ഏറ്റവും കൂടുതൽ 7 സെൻറ്റിമീറ്ററിൽ. ഈ ഡേറ്റിൽ മാത്രം നോക്കുമ്പോൾ അല്ലേ, ടോട്ടൽ ചോദിക്കുമ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് വൺ, റെയിൻ ഗോജ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ ദി റെയിൻഫാൾ. കറക്റ്റാണ്, റെയിൻഫാൾ മെഷർ ചെയ്യാൻ അളക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് റെയിൻ ഗോജ് എന്ന് പറയുന്നത് അല്ലേ. ബി സെക്കൻഡ് വൺ എന്താണ്, ദി എമൗണ്ട് ഓഫ് റെയിൻഫാൾ റെക്കോർഡഡ് ഇൻ റെയിൻ ഗോജ് വിൽ ബി ദി സെയിം എവറി ഡേ. എല്ലാ ദിവസവും റെയിൻ്റെ അളവ് സെയിം ആണോ ഉണ്ടാവുക, അല്ല നമ്മളിപ്പോൾ കണ്ടുമല്ലോ ഡിഫറെൻറ്റ് അളവുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഫാൾസ് ആണ്. അപ്പോൾ ഫസ്റ്റത്തേത് ഏതാണ്, ഓൺലി ദി ഫസ്റ്റ് വൺ അല്ലേ, ശരിയായിട്ടുള്ളത് ഓൺലി ദി ഫസ്റ്റ് വൺ ആണ്. അതുപോലെ റെയിൻ ഗോജിൻ്റെ മൈമാപ്പിനിയുടെ ഫിഗർ അല്ലേ, മഴ അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതിനെന്തൊക്കെ യൂസ് ചെയ്യണം അല്ലേ, ആ ഒരു ഭാഗം ഉണ്ടല്ലോ റെയിൻ ഗോജിൻ്റെ, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണല്ലേ, ഫണൽ യൂസ് ചെയ്യുന്നുണ്ട്, സ്കെയിലുണ്ട് അല്ലേ, ഗ്ലാസ് ബോട്ടിൽ വേണം. അപ്പോൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ റെയിൻ ഗോജിലെ സ്കെയിലിൽ റെയിൻ മെഷർ ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഏതാണ് ഈ ക്വസ്റ്റ്യൻ, 2 ബി എഴുതിയാൽ മതി അല്ലേ. ആക്ടിവിറ്റി 2 ബി ക്വസ്റ്റ്യനിലെ ഓർ എന്ന് പറഞ്ഞിട്ട് എയോ അല്ലെങ്കിൽ ബിയോ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ഏതെങ്കിലും ഒന്ന് എഴുതുക. ഇപ്പോൾ പഠിക്കുമ്പോഴൊക്കെ പഠിക്കുക അല്ലേ, ഏതാ ചോദിക്കുക എന്നറിയില്ല. അപ്പോൾ വേ ഓഫ് മൂവ്മെൻറ്റിലെ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. എ ക്വസ്റ്റ്യൻ, എ ഹോസ് ആൻഡ് എ ഡക്ക് ആർ ഡിബേറ്റിംഗ് അബൌട്ട് ദെയർ ബോഡി ഫീച്ചേഴ്സ്. ഒരു ഹോസും ഡക്ക് അവരുടെ ബോഡി ഫീച്ചേഴ്സ് ഡിബേറ്റ് ചെയ്യുകയാണ്. ആൻഡ് മൂവ്മെൻറ്റ്സിലെ ബോഡി ഫീച്ചേഴ്സും അവരുടെ മൂവ്മെൻറ്റും തമ്മിൽ ഒരു ഡിബേറ്റ് നടന്നു. വാട്ട് വുഡ് ഹാവ് ബീൻ ദെയർ ആർഗ്യുമെൻറ്റ്സ്. എന്തായിരിക്കും അവരുടെ ആർഗ്യുമെൻറ്റ്സിൽ, അവരെ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കുകയാണല്ലേ. എനിക്കിതൊക്കെ ഉണ്ടല്ലേ, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയില്ലേ. ഹോസ് പറയാം എനിക്ക് റൺ ചെയ്യാൻ കഴിയില്ലേ, ക്യാൻ റൺ, എനിക്ക് റൺ ചെയ്യാൻ കഴിയും അല്ലേ. ഡക്ക് എന്താണ് പറയുക, ഹാവ് വിങ്സിലെ, എനിക്ക് വിങ്സ് ഉണ്ട്. വേറെ എന്തൊക്കെയാണ് നമുക്ക് പറയാമല്ലേ, എനിക്ക് നടക്കാൻ കഴിയില്ലേ, ഓടാൻ മാത്രമല്ല നടക്കാൻ കഴിയില്ലേ കുതിരക്ക്, അല്ലേ ക്യാൻ വാക്ക് എന്നെഴുതാം. അപ്പോൾ നിങ്ങൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ടാവില്ലേ ഹോസിൻ്റെ ബോഡി ഫീച്ചേഴ്സും അതുപോലെ അവയുടെ പ്രത്യേകത, മൂവ്മെൻറ്റ്സിൻ്റെ പ്രത്യേകത അല്ലേ, ചലിക്കാനുള്ള കഴിവുകളില്ലേ, വാക്ക് ചെയ്യാനും റൺ ചെയ്യാനും സാധിക്കുന്നതാണ് അല്ലേ. അതുപോലെ ഡക്കിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയൊക്കെയാണല്ലേ, നീന്താനും നടക്കാനും കഴിയില്ലേ, ക്യാൻ വാക്ക് ആൻഡ് അതുപോലെ എന്ത് എഴുതാം അല്ലേ, ക്യാൻ സ്വിം അല്ലേ, സ്വിം എന്ന് എഴുതാം അല്ലേ, ക്യാൻ സ്വിം എന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ മൂവ്മെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു. ഈ ബോഡി ഫീച്ചേഴ്സ് എന്തൊക്കെയാണല്ലേ നിങ്ങൾ പഠിച്ചതാണ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണല്ലേ. നീന്താൻ കഴിയുന്ന ചിറകുകളുണ്ടല്ലേ, ചുണ്ടുകൾ എങ്ങനെയാണ് അല്ലേ. അപ്പോൾ ആ ബോഡി ഫീച്ചേഴ്സിലെ കാലുകൾ എന്താണ്, ഇവിടെ കാലിൻ്റെ അറ്റത്ത് എന്താണ് ഒരു ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ. അപ്പോൾ അത് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. എന്തൊക്കെ ബോഡി ഫീച്ചേഴ്സ് ഇല്ലേ, അത് എല്ലാ ആനിമൽസിൻ്റെ നിങ്ങളൊന്ന് പഠിച്ച് വെക്കുക. ഏതാ ചോദിക്കാമെന്ന് അറിയില്ല. നെക്സ്റ്റ് അതിൽ ബി ക്വസ്റ്റ്യൻ, സം ഫ്രണ്ട്സ് ആർ പ്ലേയിങ് വിത്ത് കാർഡ്സ് ഹാവിങ് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ആനിമൽ ബോഡി പാർട്സ് വിച്ച് ദേ ഹാവ് ടു പുട്ട് ഇൻ പോക്കറ്റ് ചാർട്ട്. ഡ്രോ ലൈൻസ് ടു കമ്പൈൻ ദി കാർഡ് വിത്ത് ദി കറക്റ്റ് പോക്കറ്റ്. അവർ കളിക്കുകയാണ് കുറച്ച് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് കറക്റ്റ് പോക്കറ്റിലെ കാർണിവോഴ്സ് എന്ന് പറഞ്ഞ പോക്കറ്റ് ഉണ്ട്, ഹെർബിവോഴ്സ് പറഞ്ഞ പോക്കറ്റ് ഉണ്ട് ഒരാളത്. അപ്പോൾ അവയെ എന്താണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക, ആ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്താണ് കാർണിവോർ അല്ലേ, ഹെർബിവോഴ്സ് എന്താണ് പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നവയാണ് ഹെർബ് അല്ലേ. ഹെർബ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ പേരാണ് അല്ലേ. വിച്ച് ഈറ്റ് ആനിമൽസ് വിച്ച് ഈറ്റ് ഓൺലി പ്ലാന്റ് പാർട്സ് ആർ കാൾഡ് ഹെർബിവോഴ്സ് അല്ലേ. ഡെഫിനിഷൻ ചോദിച്ചാൽ അത് എഴുതണം. ഓക്കെ, അപ്പോൾ എന്താണ് പ്ലാന്റ്സ് മാത്രം കഴിക്കും, ഓൺലി ഈറ്റ് പ്ലാന്റ്സ് അല്ലേ, ഓൺലി ഈറ്റ് ഇൻ പ്ലാന്റ്സ് ആണ് ഹെർബിവോഴ്സ് അല്ലേ. കാർണിവോഴ്സ് എന്താണ്, വിച്ച് ഈറ്റ് ഓൺലി മീറ്റ് അല്ലേ, മീറ്റ് മാത്രം കഴിക്കുന്ന മാംസം മാത്രം കഴിക്കുന്നവയാണ് കാർണിവോഴ്സ് അല്ലേ. നമ്മുടെ പരുന്ത് ഈഗിൾ എന്താണ് കാർണിവോർ ആണ് അല്ലേ, മാംസം മാത്രം കഴിക്കുന്നവയാണ്. അപ്പോൾ കാർണിവോറിലേക്ക് ഇട്ടു. ഈ പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നവയെ ഹെർബിവോഴ്സിലിടണം അല്ലേ. ഇനി ഒന്നും കൂടി ഉണ്ട് ഒംനിവേഴ്സിൽ, ഇത് രണ്ടും അല്ലാത്തത്, അതായത് രണ്ടും കഴിക്കുന്നത് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്, വിച്ച് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ് അല്ലേ, മാംസവും പ്ലാന്റ്സും രണ്ടും കഴിക്കുന്നത്. അതായത് നമ്മൾ ഹ്യൂമൻസ് അല്ലേ, അതുപോലെ ഹെന്ന് കോഴികളൊക്കെ എന്താണ് രണ്ടും കഴിക്കും, മാംസവും അതുപോലെ പ്ലാന്റ്
പ്ലാന്റ്സും കഴിക്കും, രണ്ടും കഴിക്കുന്നവയാണ് ഒംനിവേഴ്സ്. അതും കൂടി പഠിച്ച് വെക്കുക. അതിന് എക്സാമ്പിൾ നമുക്ക് ഹ്യൂമൻ ബീങ്സ്, ഹെന്നയിലെ എക്സാമ്പിൾസും പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എൻ്റെ പ്ലേലിസ്റ്റ് നോക്കി ഈ ചാപ്റ്ററിൻ്റെ റിവിഷനൊക്കെ ലഭിക്കുന്നതാണ്. അതിലെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പോക്കറ്റിലാക്കാം? ഗ്രീൻ കളറിൽ ഞാൻ ഹെർബിവോസിനെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഹെർബ്സ്, പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നവ അല്ലേ, മാനും അതുപോലെ ഇതെന്താണ് പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നവയാണ്. ഇനി കാർണിവോസിലെ മാംസം കഴിക്കുന്നത്, വിച്ച് ഈറ്റ് മീറ്റ് കഴിക്കുന്നവരെ. ഈ നഖങ്ങളൊക്കെ കണ്ടാൽ നമുക്കറിയാമല്ലേ, കൂർത്ത നഖങ്ങൾ, അതായത് മാംസം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബോഡി ഫീച്ചറാണല്ലേ. ഇതും എന്താണ്, കൊത്തി തിന്നാനുള്ള ബോഡി ഫീച്ചറാണ്, അതും കാർണിവോറാണ്. അതുപോലെ ഇതിൻ്റെ പല്ലുകൾ കൂർത്തല്ലേ, ആ ബോഡി ഫീച്ചേഴ്സാണ് ഇവിടെ തന്നത് അല്ലേ. അപ്പോൾ കൂർത്ത പല്ലുകളാണ്, അതുകൊണ്ട് തന്നെ അത് കാർണിവോറാണ്, മാംസം കഴിക്കാനുള്ള ബോഡി ഫീച്ചേഴ്സാണ്. അപ്പോൾ ബോഡി ഫീച്ചേഴ്സും പഠിച്ച് വെക്കുക അല്ലേ. നിങ്ങൾക്ക് എന്താണ് ഈ ബോഡി ഫീച്ചർ കാണുമ്പോൾ എന്താണില്ലേ, നല്ല കൂർത്തല്ലാത്ത പല്ലുകളാണ്, അതായത് ഹെർബിവോസ് ആണ് അല്ലേ. കാലുകൾ എന്താണ്, കൂർപ്പൊന്നുമില്ല, അതുകൊണ്ട് അതും ഹെർബിവോസ് ആണ്. അപ്പോൾ ബോഡി ഫീച്ചർ വെച്ചിട്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കാൻ പഠിക്കണം. അതുപോലെ എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. സി ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ് വൺ. ഇത് ഏതാണ് കറക്റ്റ്? ബട്ടർഫ്ലൈൻ്റെ ലൈഫ് സൈക്കിളാണ്. ആദ്യം മുട്ട വിരിഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത് അല്ലേ, എഗ്ഗാണ്. അപ്പോൾ എഗ്ഗാണ്. നെക്സ്റ്റ് പ്യൂപ്പയാണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണല്ലേ, എഗ്ഗ് വിരിഞ്ഞിട്ട് ലാർവയാവും, ദെൻ പ്യൂപ്പ, ദെൻ ബട്ടർഫ്ലൈ അല്ലേ. പ്യൂപ്പ വിരിഞ്ഞിട്ടാണ് ബട്ടർഫ്ലൈ ആയി മാറുന്നത്. ഇവിടെയൊക്കെ ബട്ടർഫ്ലൈ ആയിട്ട് പിന്നെ ലാർവ അല്ലേ, തെറ്റാണ് അല്ലേ. ലാസ്റ്റ് ബട്ടർഫ്ലൈ ആണ്, ആദ്യം എഗ്ഗാണ്, എഗ്ഗ് വിരിഞ്ഞിട്ട് ലാർവയാവും, ദെൻ പ്യൂപ്പ, ദെൻ ബട്ടർഫ്ലൈ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ബട്ടർഫ്ലൈൻ്റെ ലൈഫ് സൈക്കിളിലെ ഈ ഒരു ഓർഡർ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഒന്നെങ്കിൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഇങ്ങനെ വട്ടത്തിലിട്ട് ചോദിക്കും അല്ലേ, ഏതെങ്കിലുമൊക്കെ വിട്ടിട്ടുണ്ടാവും. അപ്പോൾ എഗ്ഗ് ലാർവയാകും, ലാർവ എന്താ വിരിഞ്ഞിട്ട് പ്യൂപ്പയായും, ആ പ്യൂപ്പയിൽ നിന്നാണ് ബട്ടർഫ്ലൈ വിരിഞ്ഞിറങ്ങും. ആക്ടിവിറ്റി 3, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്രിയേച്ചേഴ്സ് അല്ലേ, വ്യത്യസ്ത തരം ക്രിയേച്ചേഴ്സ്. ക്വസ്റ്റ്യൻ എ, വിനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് ആൻ ആൽബം ബൈ കളക്ടിങ് ദി പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ആനിമൽസ്. വ്യത്യസ്ത ആനിമൽസിൻ്റെ പിക്ചർ കളക്ട് ചെയ്തിട്ട് അവരൊരു ആൽബം ഉണ്ടാക്കുകയാണ്, വിനു അവൻ്റെ സുഹൃത്തുക്കളും. പുട്ട് എ സർക്കിൾ അറൗണ്ട് ദി ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്. ഡൊമസ്റ്റിക് ആനിമൽസ്, വീട്ടിൽ വളർത്തുന്ന ആനിമൽസിന് ഒരു സർക്കിൾ റൗണ്ട് ചെയ്യാൻ അല്ലേ, പുട്ട് എ സർക്കിൾ, അതിൻ്റെ ചുറ്റും ഒരു സർക്കിൾ ഇടുക. ഹെൽപ്പ് ദം ടു റൈറ്റ് ദി നെയിംസ് ഓഫ് ഈച്ച് ആനിമൽ ആൻഡ് അറേഞ്ച് ദം ഇൻ ദി ഗിവൺ ടേബിൾ. അവരെ സഹായിക്കാനാണല്ലേ, ഓരോ ആനിമൽസിനെയും അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടേബിളിൽ നമ്മൾ അറേഞ്ച് കൊടുക്കുക അല്ലെ, ആനിമൽസിൻ്റെ നെയിമൊക്കെ എഴുതാൻ സഹായിക്കുക. അപ്പം ആനിമൽസ് ദാറ്റ് ആർ റൈസ്ഡ് അറ്റ് ഹോം അല്ലേ, വീട്ടിൽ റൈസ് ചെയ്യുന്ന ആനിമൽസ്, വീട്ടിൽ വളർത്തുന്നത്. ആനിമൽസ് ദാറ്റ് ആർ നോട്ട് റൈസ്ഡ് അറ്റ് ഹോം അല്ലേ, വീട്ടിൽ വളർത്താത്തത് ഈ ടേബിളിൽ എഴുതണം. ആദ്യം വീട്ടിൽ വളർത്തുന്നതിന് സർക്കിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിക്ചറിനല്ലേ. കാറ്റിനെ വീട്ടിൽ വളർത്തുന്നതാണല്ലേ, ഡോഗ് വീട്ടിൽ നമ്മൾ വളർത്തുന്നതാണ്. പല്ലിയെ വളർത്താറുണ്ടോ? ഇല്ല. കോഴിയെ വളർത്താറുണ്ട്, ഹെന്ന് വളർത്തുന്നതാണ്. അപ്പം നെയിം എഴുതണം. നെക്സ്റ്റ് എന്താണ്, ഗോട്ട് അല്ലേ, വീട്ടിൽ വളർത്തുന്നതാണ്. ഡക്ക്, കൗ അല്ലേ, ഇതെല്ലാം വീട്ടിൽ വളർത്തുന്നതാണ്. കാറ്റ്, ഡോഗ്, ഹെന്ന്, ഗോട്ട്, ഡക്ക്, കൗ അല്ലേ, നെയിം എഴുതണം. ഇനി വീട്ടിൽ വളർത്താത്തത് അല്ലേ, അതിന് റൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, വീട്ടിൽ വളർത്തുന്നത് റൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് കിട്ടും. വീട്ടിൽ വളർത്താത്തത് ഏതൊക്കെയാണ്? ഇതെല്ലാം വീട്ടിൽ നമ്മൾ വളർത്താത്തതാണ്. അപ്പോൾ എന്തൊക്കെ എഴുതാം? ഫ്രോഗ്, ക്രോ, എലിഫൻറ്റ്, ആൻഡ്, വുഡ്പെക്കർ അല്ലേ, മരം കൊത്തി അല്ലേ, ഇത് ആൻഡ്. ഇതെന്താണ്? ലിസാർഡ് അല്ലേ, പല്ലി. അതുപോലെ എന്താണ്? ഫ്രോഗ് ഉണ്ട്, അതുപോലെ എന്താണ്? ക്രോ അല്ലേ, കാക്കയുണ്ട്. അപ്പോൾ ഈ നെയിമൊക്കെ ഇവിടെ എഴുതുക. അതുപോലെ എലിഫൻറ്റും ഉണ്ട് അല്ലേ, നെയിം എഴുതി സഹായിക്കുക. ബി ക്വസ്റ്റ്യൻ, ദർ ആർ മെനി ക്രിയേച്ചേഴ്സ് ലിവിങ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റും കുറേ ക്രിയേച്ചേഴ്സ് ഉണ്ട്. ഇഫ് ദേ ആർ അറേഞ്ച്ഡ് ഫ്രം ദി സ്മോളസ്റ്റ് ടു ദി ബിഗ്ഗസ്റ്റ് ഇൻ ദി ഓർഡർ ഓഫ് സൈസ് അല്ലേ, വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ നമുക്ക് സ്മോളസ്റ്റ് ടു ബിഗ് ആയിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ വിച്ച് ഓഫ് ദി ഗിവൺ ഓപ്ഷൻസ് ഈസ് ദി കറക്റ്റ് ഓർഡർ? ഇതിലേത് ഓപ്ഷനാണ് കറക്റ്റ്? യു ക്യാൻ പുട്ട് ടിക്ക് മാർക്ക് ഓർ റൈറ്റ് ഇറ്റ് ഡൗൺ അല്ലേ, ഒന്നെങ്കിൽ ടിക്ക് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ താഴെ എഴുതാം. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ് ഇല്ലേ, ചെറുതിൽ നിന്നും വലുതിലേക്കാണ്. അപ്പോൾ ഏറ്റവും ചെറുത് ഇതിലേതാണ് അല്ലേ, ആൻഡാണ്. ദെൻ ഏതാണ്? അപ്പോൾ ആൻഡ് എന്നുള്ളത് 4 ഇതാണ് അല്ലേ, നാലാമത്തത് ഫസ്റ്റ് വരുന്നത് ഇത് രണ്ടുമാണ്. ദെൻ ആരാണ്? താടാണ്. ദെൻ ഏതാണ്? തേർഡ് ഹെന്നാണോ കൗവാണോ വലുത് അല്ലേ, ദെൻ ഹെന്നാണ്, ദെൻ കൗ. അപ്പോൾ തേർഡ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഒന്നെങ്കിൽ ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഓർഡറിൽ എഴുതുക. ഏതാണ് ഓർഡറിൽ? ഈ ഓർഡർ എടുത്ത് എഴുതിയാൽ മതി. ആൻഡിൽ ഏറ്റവും ചെറുത് ഉറുമ്പാണ്, പിന്നെ അതിനേക്കാൾ തൊട്ട് വലുത് ലിസാർഡാണ്, ദെൻ അതിനേക്കാൾ വലുത് കൗ ഹെന്നാണ്, ദെൻ ലാസ്റ്റ് ഏറ്റവും ബിഗ് കൗവാണ് അല്ലേ, ഏറ്റവും വലുതിനെ ലാസ്റ്റ് എഴുതുക കൗ. അപ്പോൾ ഈ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. സി ക്വസ്റ്റ്യൻ, റൈറ്റ് ദി നെയിം ഓഫ് എനി ക്രിയേച്ചർ ദാറ്റ് ഈസ് സീൻ ഇൻ ദി സോയിൽ. സോയിൽ, മണ്ണിൽ കാണുന്ന ഏതെങ്കിലും ഒരു ക്രിയേച്ചറിൻ്റെ നെയിം ഇതേപോലെ ഓർഡറിലാക്കാനാണ്. അപ്പോൾ ഏറ്റവും ചെറുത് ആദ്യം എഴുതുക, ദെൻ അതിന് വലുതിലേക്ക് അല്ലേ, സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റിലേക്ക്. മണ്ണിൽ കാണുന്ന ക്രിയേച്ചേഴ്സ് ഏതൊക്കെയുള്ളത്? എർത്ത് വേം ഉണ്ടല്ലേ, ഇൻസെക്ട്സ് ഉണ്ടല്ലേ, ചെറിയ പ്രാണികളുണ്ട് മണ്ണിലുള്ള. ഇൻസെക്ട്സ് ഉണ്ട്, ആൻസ് ഉണ്ട് അല്ലേ, ഉറുമ്പുകൾ മണ്ണിലാണ്. അതുപോലെ വേംസ്, പുഴുക്കളുണ്ട്, എർത്ത് വേം, മണ്ണിരയുണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് മണ്ണിരല്ലേ ഏറ്റവും വലുത് അല്ലേ, കുറച്ച് വെന്തിട്ടാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് വലുത് എഴുതുക. ചെറുത് നമുക്ക് ഏത് എഴുതാം? ഇൻസെക്ട്സിൽ ഏറ്റവും ചെറുത്, ദെൻ ആൻഡ് എഴുതാം, ദെൻ വേംസ് അല്ലേ, പുഴുക്കൾ എഴുതാം, ദെൻ എർത്ത് വേംസ് എഴുതാം.
നെക്സ്റ്റ് ആക്ടിവിറ്റി 4 എ ക്വസ്റ്റ്യൻ അതുപോലെ ബി ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ഏതെങ്കിലും ഒന്ന് എഴുതുക. പഠിക്കുമ്പോഴൊക്കെ പഠിക്കണം. വൈ ഡു ദേ ഹാവ് ഡിഫറെൻറ്റ് പാർട്സ്? എന്തിനാണ് അവർക്ക് ഡിഫറെൻറ്റ് പാർട്സിലെ പ്ലാന്റ്സിന് എന്തിനാണ് ഡിഫറെൻറ്റ് പാർട്സിലെ വ്യത്യസ്ത ഭാഗങ്ങൾ എന്തിനാണ്? അവർക്ക് ഓരോ ഫങ്ഷൻസ് ഉണ്ടില്ലേ. അപ്പോൾ ഈ കുട്ടി എന്താണ് പറയുന്നത്? വി കാൻ സീ ദി റൂട്ട്സ് ഓഫ് പ്ലാന്റ്സിലെ നമുക്ക് എന്താണ് പ്ലാന്റ്സിൻ്റെ റൂട്ടിനെ കാണാൻ കഴിയില്ല, വേരുകളെ കാണാൻ കഴിയില്ല. ദെൻ വാട്ട് ആർ ദേ ഫോർ? അല്ലെ അവ എന്തിനാണ് പിന്നെ അല്ലേ കാണാൻ കഴിയാത്ത അത് എന്തിനാണല്ലേ മണ്ണിൽ ചെടിയെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണല്ലേ. ഈ കുട്ടി പറയുന്നുണ്ട് റൂട്ട് ഫിക്സ് ദി പ്ലാന്റ്സ് ഇൻ ദി സോയിൽ. അല്ലേ റൂട്ടാണ് പ്ലാന്റ്സിനെ മണ്ണിൽ നിലനിർത്തുന്നത്, ഫിക്സ് ചെയ്ത് നിർത്തുന്നത് റൂട്ടാണ്. അപ്പോൾ റൂട്ടിൻ്റെ ഫംഗ്ഷനാണ് ഈ കുട്ടി പറഞ്ഞത് അല്ലേ. അതുപോലെ ഓരോ പാർട്സിനും ഓരോ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. റൂട്ടിൻ്റെ ഫംഗ്ഷൻ എന്ത് ചെയ്താൽ റൂട്ട് ഫിക്സ് ദി പ്ലാന്റ്സ് ഇൻ ദി സോയിലെ മണ്ണിൽ നിലനിർത്തുന്നതില്ലേ, ഉറപ്പിച്ച് നിർത്തുന്നത്. ആ റൂട്ടുകൾ കൊണ്ടാണ് ഇങ്ങനെ വേരിങ്ങനെ ഉറപ്പിച്ച് നിർത്തുന്നത് അല്ലേ, ഫിക്സ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എ ഐഡൻറ്റിഫൈ ദി വേരിയസ് പാർട്സ് ഓഫ് എ പ്ലാന്റ് ആൻഡ് റൈറ്റ് ഡൗൺ ദർ ഫംഗ്ഷൻസിലെ. പ്ലാന്റിൻ്റെ പാർട്സ് ഇതേതാണ്? ലീഫാണ്, ഇത് സ്റ്റെമ്മാണ്, ഇതെന്താണ്? റൂട്ടാണ് അല്ലേ. റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അതും കൂടി നിങ്ങൾ നോക്കിയിട്ട് എഴുതുക അല്ലേ. റൂട്ടാണ് ഫിക്സ് ചെയ്ത് നിർത്തുന്നത് അല്ലേ. സ്റ്റെമ്മിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ലീഫിൻ്റെ ഫംഗ്ഷൻ എന്താണ് അല്ലേ. ഈ റൂട്ടിൽ നിന്നും ആരാണ്? സ്റ്റെമ്മാണ് ഈ ലീഫിന് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ എത്തിച്ച് കൊടുക്കുന്നത് അല്ലേ. റൂട്ട് ഇവിടുന്ന് ഇങ്ങനെ വലിച്ചെടുക്കും, അത് ഇത് വൈയില്ലേ, സ്റ്റെമ്മ് വഴിയാണ് ലീഫിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ ലീഫിലാണ് അല്ലേ ഒരു പ്ലാന്റിന് വേണ്ട ഫുഡ് കുക്ക് ചെയ്യുന്നതില്ലേ, പാകം ചെയ്യുന്നതില്ലേ. അങ്ങനെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക, എഴുതുക. റൂട്ടാണ് പ്ലാന്റിനെ മണ്ണിൽ ഫിക്സ് ചെയ്ത് നിർത്തുന്നത് അല്ലേ. ദെൻ ആ റൂട്ടാണ് പ്ലാന്റിന് ആവശ്യമുള്ള ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കുന്നത്, വാട്ടറിനെയൊക്കെ. പ്ലാന്റ്സിന് വാട്ടർ ന്യൂട്രിയൻസ് ഒക്കെ ആവശ്യമില്ല, അതിനെ അബ്സോർബ് ചെയ്യുന്നതിൽ. അബ്സോർബ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദി പ്ലാന്റ് ഫ്രം ദി സോയിലെ. മണ്ണിൽ നിന്നും എന്താണ് പ്ലാന്റിന് ആവശ്യമായതെല്ലാം വലിച്ചെടുക്കുന്നത് റൂട്ടാണ്. ദെൻ എന്താണ് അത് സ്റ്റെമ്മിന് കൊടുക്കൂലേ, സ്റ്റെമ്മിലേക്ക് കൈമാറും. ആ സ്റ്റെമ്മാണ് പിന്നെ എന്ത് അത് ലീഫിലേക്ക് എത്തിക്കുന്നത് അല്ലേ. ക്യാരീസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ ദി റൂട്ട് ടു ദി ലീഫിലെ. റൂട്ട് അബ്സോർബ് ചെയ്ത ഈ വാട്ടർ ന്യൂട്രിയൻസും റൂട്ടിൽ നിന്നും സ്റ്റെമ്മാണ് വലിച്ചെടുത്തിട്ട് അത് ലീഫിന് കൊടുക്കും, ഇലകൾക്ക് കൊടുക്കും അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് സ്റ്റെമ്മാണ് അത് ലീഫിന് കൊടുക്കുന്നത് അല്ലേ. ആ ക്യാരി ചെയ്യുന്ന ആ ജോബാണ് സ്റ്റെമ്മിനുള്ളത്. ദെൻ ആ കിട്ടിയ അത് വെച്ചിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, ഉണ്ടാക്കുന്നതാണ് ലീഫിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലേ. പ്രിപ്പയർ ദി ഫുഡ് നീഡഡ് ബൈ ദി പ്ലാന്റിലെ. പ്ലാന്റിന് ആവശ്യമായ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, ആഹാരം നിർമ്മിക്കുന്നത് ലീഫിലാണ്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്. അത് നിർബന്ധമായി പഠിക്കേണ്ടതാണ്. അതുപോലെ ബി ക്വസ്റ്റ്യൻ ഒബ്സർവ് ദി പിക്ചർ ആൻഡ് റൈറ്റ് ദി ബെനിഫിറ്റ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ ബെനിഫിറ്റ്സ് എഴുതാനാണ്. ഗീവ് ഷെയ്ഡ് ടു ക്രിയേച്ചേഴ്സ് അല്ലേ. ക്രിയേച്ചേഴ്സിന് ഷെയ്ഡ് തരുന്നു, തണൽ തരുന്നു. വേറെ എന്തൊക്കെയാണ് അല്ലേ. അപ്പോൾ ഈ പിക്ചറിൽ നോക്കിയിട്ട് ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഗീവ് എന്താണ്? ഫ്രൂട്ട്സ് അല്ലേ, ഫ്രൂട്ട്സ് തരുന്നു. അതുപോലെ എന്താണ്? ഷെയ്ഡ് ഇല്ലേ, തണൽ തരുന്നു. ലൈവൊക്കെ തണലത്ത് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ എന്താണ്? കൂടില്ലേ, വാസസ്ഥലം, അതായത് ഷെൽട്ടർ ആണില്ലേ. അതായത് പ്ലാന്റ്സ് ഗിവ് ഷെൽട്ടർ ഫോർ ബേർഡ്സ് അല്ലേ. ബേർഡ്സിന് വേണ്ടിയിട്ട് ഷെൽട്ടർ, വാസസ്ഥലം നൽകുന്നു. അപ്പോൾ ഇത്രയാണ് ഈ പിക്ചറിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ. ഓർ അല്ലെങ്കിൽ ആക്ടിവിറ്റി 4 ബി ക്വസ്റ്റ്യൻ എഴുതുക അല്ലേ. ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. ക്വസ്റ്റ്യൻ എ ഫ്രണ്ട്സ് ആർ ബിസി വിത്ത് കളറിങ് ഫ്ലവേഴ്സ്, ഹെൽപ്പ് ദം ടു കളർ ഇറ്റ് സ്യൂട്ടബിളി. അപ്പോൾ ഇത് കളർ ചെയ്യാൻ വേണ്ടി സഹായിക്കുക. ഓരോന്നിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള കളർ നിങ്ങൾ കൊടുക്കുക. ഹൗ ഡു ഫ്ലവേഴ്സ് ഡിഫർ ഫ്രം ഈച്ച് അതറിലെ. ഓരോ ഫ്ലവേഴ്സും എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്, ഡിഫർ ചെയ്യുന്നത്. റൈറ്റ് ഇറ്റ് ഡൗൺ അല്ലേ. ഡിഫറൻസ് ചെയ്താനാണ് ഒന്ന് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. ആസ് സിംഗിൾ ആൻഡ് ആസ് ബഞ്ച് അല്ലേ. സിംഗിളായിട്ട് കാണുന്ന ഫ്ലവേഴ്സ് ഉണ്ട്, ബഞ്ചായിട്ടില്ലേ കൂട്ടമായിട്ട് കാണുന്ന ഫ്ലവേഴ്സും ഉണ്ട്. പിന്നെ എന്തൊക്കെ ഡിഫറൻസ് ആണല്ലേ. കളേഴ്സ് ഡിഫറെൻ്റ് ആണല്ലേ. ചിലത് റെഡ് ആയിരിക്കും, ചിലത് പിങ്ക് ആയിരിക്കും അല്ലേ. അപ്പോൾ കളേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടായിരിക്കും. ഡിഫർ ഇൻ ദർ കളേഴ്സിലെ, കളേഴ്സിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതേപോലെ ഷേപ്പിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും, ഡിഫർ ഇൻ ഷേപ്പ്. അതുപോലെ സൈസിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും, ഡിഫർ ഇൻ സൈസ്. അതുപോലെ ലീവ്സിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കില്ല, ഡിഫർ ഇൻ ലീവ്സ്. എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തം ഉണ്ടായിരിക്കും എന്ന് എഴുതുക. ബി ക്വസ്റ്റ്യൻ ഒബ്സർവ് ദി പിക്ചേഴ്സ്, ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദി ബോക്സ് ഗിവൺ ബിലോ. അല്ലേ ഇതിൽ കറക്റ്റായിട്ടുള്ളത് ഈ ബോക്സിൽ എടുത്ത് എഴുതണം. ക്വസ്റ്റ്യൻ എ എന്താണ്? ദി ഫസ്റ്റ് ആൻഡ് ദി തേർഡ് ആർ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫസ്റ്റും തേർഡും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അല്ല, ഇത് രണ്ട് ഏതൊക്കെയാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്? നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇത് ഫ്ലവർ ചെയ്യുന്നതാണ്, ഇതിലും ഫ്ലവർ ഉണ്ടാവും. ഇത് രണ്ടും ഫ്ലവർ ഉണ്ടാവാത്ത പ്ലാന്റ്സ് ആണല്ലേ, നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഇതൊരു ക്രിസ്മസ് ട്രീ ആണ് അല്ലേ. അതുപോലെ ഇതെന്താണ്? ഇതിൽ ഫ്ലവർ ഉണ്ടാവില്ല. ഇതും ഫ്ലവർ ഇല്ലാത്ത നമ്മുടെ നാട്ടിലൊക്കെ ഇതിന്മേലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയാണല്ലേ. ഇതിന്മേൽ ഫ്ലവർ ഉണ്ടാവില്ല. അപ്പോൾ നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഇത് രണ്ടും. രണ്ടാമത്തെ ബിയിലെ ദി സെക്കൻഡ് ആൻഡ് ദി തേർഡ് ആർ നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലേ. ഇത് രണ്ടും എന്താണ്? നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണല്ലേ, പൂക്കളില്ലാത്തവയാണ്. അപ്പോൾ സെക്കൻഡും തേർഡും അല്ലേ, സെക്കൻഡ് ആൻഡ് ദി തേർഡ് ആർ നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലേ. ഫ്ലവർ ഉണ്ടാവാത്ത അല്ലേ, പൂക്കാത്ത പ്ലാന്റ്സ് ആണ്, നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ബി എന്താണ്? നിങ്ങൾ ഇങ്ങോട്ട് എടുത്ത് എഴുതണം. ആക്ടിവിറ്റി 5 ബോഡി ഫീച്ചേഴ്സ്.
ക്വസ്റ്റ്യൻ എ ദി ബോഡി പാർട്സ് ഓഫ് സം ഓർഗാനിസംസ് ആർ ഷോൺ ഇൻ ദി പിക്ചേഴ്സ്. കുറച്ച് ഓർഗാനിസത്തിൻ്റെ ബോഡി പാർട്സിലെ ബോഡിയുടെ ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദി ഓർഗാനിസം ആൻഡ് റൈറ്റ് ഇറ്റ്സ് നെയിംസ്. അല്ലേ, ഈ ഓർഗാനിസത്തിൻ്റെ പേര് എഴുതുക. ഇതേതാണ് വുഡ് പെക്കറാണ് അല്ലേ. അപ്പോൾ ഇതാരാണ്? ഇത് വുഡ് പെക്കർ, മരം കൊത്തിയാണ്. ഇതേതാണ്? മയിൽ അല്ലേ, പീക്കോക്കാണ്. ഇതേതാണ്? ഡക്കിൻ്റെ കാലുകളാണ്, ഡക്കാണ്. ഇതേതാണ്? സീബ്ര അല്ലേ. നെക്സ്റ്റ് ഇതിലുള്ള ബി ക്വസ്റ്റ്യൻ മാച്ച് ദം അല്ലേ, മാച്ച് ചെയ്യാനാണ്. സീ ഹോസ്, സീ കുക്കുംബർ, സീ ഹെഡ്ജ് ഹോഗ്, ബ്ലൂ വെയിൽ. ഇതിൻ്റെയൊക്കെ ഏതാണ് ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ എർത്ത്? ഏതാണ്? ബ്ലൂ വെയിലാണ്. അപ്പോൾ ഇതിങ്ങോട്ട് മാച്ച് ചെയ്യിപ്പിക്കുക, ബ്ലൂ വെയിൽ. ഞാൻ ഇവിടെ യോജിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ബ്ലൂ വെയിലാണ് ബിഗ്ഗസ്റ്റ് ആനിമൽ. സീ ഹോസിലെ ഹെഡ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ ഹോസിലെ, ഹോസ് എന്ന് ഇവിടെ ഉണ്ട്. ഹോസിനെ പോലെ സിമിലർ ആയതുകൊണ്ടാണ് സീ ഹോസ് എന്ന് പറയുന്നത്. ഈ ക്യുക്കുംബർ എന്താണ്? ക്യുക്കുംബർ ഷേപ്പ്ഡ് സീ ആനിമലാണ് അല്ലേ. ഇവിടെ ഉണ്ട് ക്യുക്കുംബർ അല്ലേ. ഹോസിലെ ബ്ലൂ വെയിൽ ബിഗ്ഗസ്റ്റ് ആനിമൽ ആണെന്ന് അറിയാം. ഇനി അറിയാത്തത് നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ ബാക്കി യോജിപ്പിക്കുക അല്ലേ. സീ ഹെഡ്ജ് ഹോഗ് എന്താണ്? എ ബോൾ ഷേപ്പ്ഡ് സീ ആനിമലാണ്. ബോൾ ഷേപ്പിലുള്ള കടലിലുള്ള ആനിമലാണ്, സീ ആനിമലാണ്. വിത്ത് തോണി സ്പൈൻസ് ആൾ ഓവർ ദി ബോഡിയിലെ, ബോഡിയിലെല്ലാം തോണി സ്പൈൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് സീ ഹെഡ്ജ് ഹോഗ്. അപ്പോൾ മാച്ച് ചെയ്യിപ്പിക്കുക. അറിയുന്നതൊക്കെ ആദ്യം മാച്ച് ചെയ്യുക, അറിയാത്തതൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് കിട്ടുന്നതാണ്. സി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഓഡ് വൺ ബേസ്ഡ് ഓൺ ദർ മൂവ്മെൻറ്റിലെ, മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഇതിൽ ഓഡ് വണ്ണിലെ ഒറ്റപ്പെട്ടത് ഏതാണ്? കൗ, ക്യാറ്റ്, ഫ്രോഗ്, ടൈഗർ. ക്യാറ്റും കൗവും ടൈഗറൊക്കെ എന്താണ്? വാക്ക് ചെയ്യുന്നവയാണ്. ഫ്രോഗ് എന്താണ്? ചാടില്ല, ജമ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഒറ്റപ്പെട്ടത് അല്ലേ. മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ, ചലനത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അത് നോക്കുക. നിങ്ങൾ വീട്ടിൽ വളർത്തുന്നതും അല്ലാത്തതും നോക്കിയത് എന്താണോ ചോദിച്ചത് അതിനെ ബേസ് ചെയ്തിട്ട് വേണം ഓഡ് വണ്ണിനെ സെലക്ട് ചെയ്യാൻ. ഫ്രോഗ് എങ്ങനെ ചാടിയാണ് നടക്കുക, ബാക്കിയൊക്കെ നടക്കുന്നതാണ്. ക്യാറ്റ്, കൗ, ടൈഗറൊക്കെ നടക്കാൻ കഴിയുന്നതാണ്. ഒറ്റപ്പെട്ടത് ഫ്രോഗാണ്. അപ്പോൾ ഇത്രയാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായ മറ്റുള്ള സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭിക്കുന്നതാണ്. എല്ലാം നിങ്ങൾ പഠിക്കുക അല്ലേ. മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മാത്സിൻ്റെ ചാപ്റ്റേഴ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല, എക്സാമിന് ഷുവറായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് പഠിച്ചിട്ട് പോവുക.